ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാം. നമുക്ക് ഈ കടല കൊണ്ട് ഇന്ന് എല്ലാ നാട്ടിലും പൊരിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കാച്ചുന്നെന്ന് പറയും, കടല കാച്ചിയാണ്. അപ്പോൾ കുറേ ഇടത്തുള്ള ഈ കടലൊക്കെ പൊട്ട് കടലാണ് പേര്. അപ്പോൾ കാസർഗോഡ് പറയും വറുത്ത കടലാണ്. അപ്പോൾ അങ്ങനെ ഈ കടല ഇങ്ങനെ പൊരിച്ചെടുക്കാൻ നോക്കാം. അപ്പം ഇതിനുള്ള സാധനമെല്ലാം കാണിച്ചു തരാം. പച്ചരി ഇത് കുതിർത്ത് വെച്ചത്, ഉച്ചയ്ക്ക് 2 മണിയെല്ലാം ആകുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. ഇത് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് ഇതൊരു കപ്പ് പച്ചരി എടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഇതിൽ അരച്ചെടുക്കാം. പച്ചരി മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത്ര ഉപ്പിട്ട് നമുക്ക് മിക്സിൻ്റെ അരച്ചെടുക്കാം. നല്ല പോലെ അരച്ചെടുക്കണം. നല്ല പോലെ അരച്ചെടുത്തത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മാവ് അരച്ചെടുത്തിലേക്ക് 2 സ്പൂണ് കടലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വെച്ച് മിക്സ് ആക്കാം. എല്ലാവരും മുട്ട ഒഴിക്കും, ഞാൻ മുട്ട ഒഴിക്കലില്ല. ഞാൻ കടലപ്പൊടി ഇടും. പൊടി ഇട്ടിട്ട് പച്ചരിക്ക് കടലപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ പെരുന്നാൾക്ക് ഭയങ്കര കാസർഗോഡ് നാട്ടിൽ പെരുന്നാൾക്ക് ഇങ്ങനത്തെ ഉണക്ക് അപ്പം ഉണ്ടാക്കി വെക്കും. അത് കുറേ ദിവസത്തേക്കൊന്നും പൊട്ടാവൊന്നുമില്ല. നല്ല ടിന്നിലാക്കി വെക്കും മുമ്പേ ചുട്ടിട്ട്. എല്ലാം പാട്ടുപത്തിൽ, കൊട്ടയപ്പം, കടല കാച്ചത്, പൊരിയപ്പം, അങ്ങനെ കുറേ അപ്പമുണ്ട്. അപ്പോൾ നമുക്കില്ലേ ഇതാക്കി പിന്നെ നമുക്ക് എണ്ണ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇത് എല്ലാം ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സാക്കി നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാം കഴിഞ്ഞു, കോരിയെടുക്കാൻ മുന്നോട്ട് കഴിഞ്ഞു. ഗൈസ്, കടല കാച്ചിട്ടെല്ലായി. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണം. ഇന്നത്തേക്ക് ഇത്ര മാത്രം. ടാറ്റാ, ബൈ ബൈ.